ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. ഇന്ന് നമ്മളുള്ളത് നമ്മുടെ സ്വന്തം കോട്ടയത്തെ ലുലു മാളിലാണ്. ലുലു മാളിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിക്ക് ഞായറാഴ്ചയായിരുന്നു, 14-ാം തീയതി ശനിയാഴ്ചയായിരുന്നു ഉദ്ഘാടനം. നമ്മൾ ഞായറാഴ്ചയാണ് പോകുന്നത്. പോകുന്ന വഴിക്ക് തിരക്കെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല, അത്രയ്ക്ക് ബ്ലോക്കായിരുന്നു. റോഡ് മുഴുവൻ ബ്ലോക്കായിട്ട് കിടക്കുക. ഭാഗ്യത്തിന് ഞങ്ങൾ ആക്റ്റീവയിലാണ് വന്നത്. കാറിനകത്ത് വന്നിരുന്നെങ്കിൽ ഒരുപാട് പുറകിലായി പോയേനെ. ആക്റ്റീവ ആയതുകൊണ്ട് ടൂ വീലറിന് നമുക്ക് അത്യാവശ്യം ഇടയ്ക്ക് ഗ്യാപ്പ് കിട്ടുന്നതിലേക്ക് കയറി പോകാമല്ലോ. അങ്ങനെയാണ് നമ്മൾ വന്നത്. കോട്ടയത്ത് നമ്മൾ ഈ ലുലുവിൻ്റെ അങ്ങോട്ട് എത്തുന്ന 1 കിലോമീറ്റർ മുന്നേ മാത്രമാണ് ഈ ബ്ലോക്ക് വരുന്നത്. അതിന് മുന്നേ അത്ര വലിയ ബ്ലോക്കൊന്നുമില്ല. അപ്പം നമുക്ക് ഈ വഴിയൊന്നും ആരോട് ചോദിക്കേണ്ട കാര്യമില്ല. ഈ പോകുന്ന വണ്ടി മുഴുവൻ ആ ഒരു സ്ഥലത്തോട്ട് തന്നെ പോകുന്ന ഇതാണ്. അപ്പം നമ്മളിങ്ങനെ കുറേ സമയം ബ്ലോക്കിലൊക്കെ പെട്ട് നമ്മുടെ ലുലു മാളിൻ്റെ എൻട്രൻസിൽ എത്തിയിരിക്കുകയാണ്. അതുപോലെ നമ്മുടെ ലുലുവിൻ്റെ ലൊക്കേഷൻ വരുന്നത് കോട്ടയം ചങ്ങനാശ്ശേരി റൂട്ടിലാണ്. അത് ഞാൻ പറയാൻ വിട്ടുപോയി. എൻ്റെ ഗ്രൗണ്ടിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പാർക്കിങ്ങിനായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ സെക്യൂരിറ്റീസ് എല്ലാം കുറേ ഉണ്ട്. എല്ലാവരും ബൈക്ക് പാർക്കിങ്ങും കാറിൻ്റെ പാർക്കിങ്ങും അങ്ങനെയൊക്കെ നമുക്കെല്ലാം പറഞ്ഞൊക്കെ തരും. അങ്ങനെ നമ്മൾ വിശാലമായ ഒരു ഗ്രൗണ്ടിലേക്കാണ് നമ്മൾ ചെല്ലുന്നത്. ഒരുപാട് വണ്ടികൾ ഒരേ ടൈമിൽ പാർക്ക് ചെയ്യാൻ പറ്റുന്ന വലിയൊരു ഗ്രൗണ്ടുണ്ട്. അതുതന്നെ നമ്മുടെ മെയിൻ എൻട്രൻസിൽ തന്നെ ഉള്ളൊരു സ്ഥലത്ത് തന്നെ ആയതുകൊണ്ട് നമുക്ക് നല്ലൊരു വെറൈറ്റിയാണ്. കാരണം നമ്മൾ മറ്റേ ലുലുവിലൊക്കെ കാർ പാർക്കിംഗ് ഒക്കെ വേറെ സ്പെഷ്യൽ ഫ്ലോറിൻ്റെ അടിയിലായിട്ടുള്ളത്. ഇത് നമ്മുടെ ആ ഒരു ഫ്ലോറിൽ തന്നെയാണ് ഇത് വരുന്നത്. അപ്പോൾ നമുക്ക് പാർക്കിംഗ് തന്നെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇവിടെ എന്തൊക്കെ എത്രമാത്രം തിരക്കുണ്ടെന്ന്. അങ്ങനെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇനിയും ലുലുവിൻ്റെ അകത്തേക്ക് കയറാൻ പോവാണ്. പുറത്തുനിന്നുള്ള കാഴ്ച എന്ന് പറഞ്ഞ ഇതാണ്. ക്രിസ്മസ് ആയതിനാൽ നമുക്ക് നല്ല അടിപൊളി വലിയ വലുപ്പത്തിലുള്ളൊരു ക്രിസ്മസ് ട്രീ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിന് മുന്നിൽ നിന്ന് ഒരുപാട് പേര് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. നല്ല ഭംഗിയാണ് അത് കാണാനായിട്ട്. ശരിക്കും പറഞ്ഞാൽ ലുലുവിൻ്റെ ശരിക്കുള്ള വ്യൂ കാണണം എന്നുണ്ടെങ്കിൽ ഒരു 6-7 മണിക്ക് ശേഷമാണ്. ആ ലൈറ്റ് സെറ്റപ്പും എല്ലാം കൂടെ വരുമ്പോഴത്തേനാണ് ലുലു വേറെ ലെവലാവുകയാണ്. അല്ലേ തന്നെ പൊളിയാണ്. അതിൻ്റെ കൂടെ നമ്മുടെ ഈ കാഴ്ചയല്ല, വൈകുന്നേരത്തെ കാഴ്ച അടിപൊളിയാണ്. നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ എൻട്രൻസ് കയറിയിരിക്കുകയാണ്. ലുലുവിലേക്ക് കയറുവാണ്. നല്ല തിരക്കുണ്ട് അത്യാവശ്യം. നമ്മളിപ്പോൾ ഈ കാണുന്ന തിരക്കല്ല, വൈകുന്നേരം ആവുന്നതനുസരിച്ച് ആൾക്കാർ വന്നുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ കയറുമ്പോൾ ഇത്ര തിരക്കേ ഉള്ളൂ. അപ്പോൾ തന്നെ നമ്മൾ വിചാരിക്കും അത്യാവശ്യം തിരക്കുണ്ടെന്ന്. പക്ഷേ ഇതിനേക്കാട്ടിലും തിരക്കാണ് പോകെ വന്നുകൊണ്ടിരിക്കുന്നത്. അത്രയ്ക്ക് ആൾക്കാർ ഒഴുകുകയാണ്. സൺഡേ ആയതുകൊണ്ട് സ്കൂൾ അവധി, പരീക്ഷയാണ് നടക്കുകയാണ്. എങ്കിലും സൺഡേ ആയതുകൊണ്ട് കുട്ടികൾക്ക് അന്ന് പോകണ്ടാത്തതിനാലായിരിക്കും. ഓപ്പണിങ് കഴിഞ്ഞാൽ പിറ്റേന്നല്ലേ, അതുകൊണ്ട് ആൾക്കാരുടെ ബഹളമാണ്. നമ്മളിന്ന് കോട്ടയത്ത് ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, അതിന് പോയിട്ട് വന്നതാണ്. അതുകൊണ്ട് അല്ലാതെ ലുലുവിലേക്ക് വരണമെന്ന് വിചാരിച്ച് വന്നതല്ല, എങ്കിലും നമ്മൾ വരണം എന്ന് വിചാരിച്ച് തന്നെ ഇരിക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ വന്ന് എസ്കലേറ്റർ കയറി ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാമെന്ന് വിചാരിച്ചാണ്. അങ്ങനെ ഈ എസ്കലേറ്റർ പോകുമ്പോഴത്തേനും താഴോട്ടുള്ള വ്യൂ നല്ലൊരു ഭംഗിയാണ്. ആൾക്കാരിങ്ങനെ ഒരുപാട് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ നേരെ ഫസ്റ്റ് ഫ്ലോറിലെത്തിയപ്പോഴേക്കും നമ്മുടെ നെയ്ബേഴ്സായ ആസിഫാക്കായും ഫാമിലി എല്ലാവരും ഉണ്ട്. അപ്പോൾ അവരെയും കൂടെ ഞാൻ വീഡിയോ കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പോൾ ലുലുവിൽ നമ്മുടെ അടുത്തുനിന്ന് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഫുള്ളൊന്ന് കണ്ടിട്ട് വരാം. ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുപാട് സെക്ഷനുണ്ട്, സെലക്ഷനുണ്ട്. അടിപൊളിയായിട്ട് തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ല ആൾത്തിരക്കുള്ളത് കൊണ്ട് നമുക്ക് വീഡിയോ ഒക്കെ പിടിക്കുന്നതിനൊരു പരിധിയുണ്ട്. എന്നാലും ഞാൻ അതനുസരിച്ച് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ബാക്കിയുള്ള കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടു പോകാം.
ഫസ്റ്റ് ഫ്ലോറിൽ നിന്നും ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് നോക്കുമ്പോഴുള്ള കാഴ്ചയാണ്. ഒരുപാട് വണ്ടികൾ പാർക്ക് ചെയ്ത് നല്ലൊരു കാഴ്ചയാണ് അവിടെ നിന്ന് കാണുമ്പോഴേക്കും. പുറത്ത് ഇതിൻ്റെ മുകളിലത്തെ നിലയിലും കൂടെ കയറുകയാണെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയാണ്. നമ്മളിതുവരെ കയറിയുണ്ടായിരുന്നു. ഒന്ന് കറങ്ങി കണ്ടതിന് ശേഷം നമ്മൾ പോവുകയാണ്. ബില്ലിംഗ് സെക്ഷനിലെ ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഐറ്റംസ് എടുക്കാൻ തന്നെ തോന്നത്തില്ല. കാരണം ഒരു സാധനം എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ആൾക്കാരിങ്ങനെ ക്യൂ നിൽക്കുക, ഭയങ്കര ക്യൂ ആണ്. ബില്ലിങ്ങിൻ്റെ അവിടെയാണ് ഏറ്റവും കൂടുതൽ ക്യൂ നിൽക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കുറച്ച് ഐറ്റംസ് ഒക്കെ എടുക്കാൻ പോകുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ആ ഒരു പ്രശ്നം. അതുകൊണ്ട് കുറച്ച് ആൾക്കാരൊക്കെ ഒന്ന് കുറഞ്ഞതിന് ശേഷം പോകുന്നതായിരിക്കും നല്ല. ഈ ഒരു തിരക്ക് ഈ കുറച്ച് ദിവസത്തേക്കിനെ കാണുവാത്തുള്ളതായിരിക്കും. കാരണം ഈ ഓപ്പണിങ്ങിൻ്റെ ആയിട്ടുള്ളതായിരിക്കും. പിന്നെ നമ്മുടെ പുറത്തെ കാഴ്ചകളാണ് ഈ കാണുന്നത്. ലുലുവിൻ്റെ രാത്രി ദൃശ്യമാണ് കാണുന്നത്. ഒരു 7 മണിക്കത്തെയാണ് ഈ കാണുന്നത്. അടിപൊളിയാണ് കാണാനായിട്ട് വേണ്ടി. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ. ഷിജിന ഷാമോൻ. താങ്ക്സ് ഫോർ